നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP MP എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ഉറപ്പായിരുന്നെങ്കിൽ മന്ത്രിസഭയിലെ അപ്രതീക്ഷിത മുഖമായി ജോർജ് കുര്യൻ ഉയർന്നത് ഏറെ ആഹ്ലാദകരമായി. പ്രധാനമന്ത്രി മോദിയുടെ കേരളത്തിനുള്ള സമ്മാനമായി 2 മന്ത്രി പദവികളും മാറി. ABVP-യിലൂടെ പൊതുരംഗത്തെത്തിയ ജോർജ് കുര്യൻ BJP-യിലെ നിറസാന്നിധ്യമാണ്. വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്ന O രാജഗോപാലിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന ചുമതല നിർവഹിച്ച ജോർജ് കുര്യൻ 1ാം മോദി സർക്കാരിന്റെ അവസാനത്തിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ സ്ഥാനത്തും പ്രവർത്തിച്ചു. തുടർന്ന് കേരളത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് മടങ്ങി. BJP സംസ്ഥാന ഓഫീസ് കേന്ദ്രീകരിച്ച് പാർട്ടി ചുമതലയും തെരഞ്ഞെടുപ്പ് ചുമതലയും മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയും നിർവഹിച്ചു. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ജോർജ് കുര്യൻ BJP ദേശീയ സംസ്ഥാന നേതൃത്വത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ്. ഇന്നലെ രാവിലെയാണ് സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ ഉൾപ്പെട്ടതായുള്ള അറിയിപ്പ് പ്രധാനമന്ത്രി കൈമാറുന്നത്. സുരേഷ് ഗോപി ശനിയാഴ്ച കേരളത്തിലേക്ക് മടങ്ങിയതിനാൽ ഇന്നലെ പുതിയ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനായില്ല. വൈകിട്ട് 4ഓടെയാണ് സുരേഷ് ഗോപി ഡൽഹിയിൽ മടങ്ങിയെത്തി സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും 3ാം NDA സർക്കാരിലെ കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും അഭിനന്ദനങ്ങൾ അറിയിച്ച് നടൻ ഉണ്ണി മുകുന്ദൻ. നേതൃമികവിനും രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയ്ക്കും ലഭിക്കുന്ന അംഗീകാരമാണിതെന്നും പ്രധാനമന്ത്രിക്ക് കീഴിൽ രാജ്യം വീണ്ടും പുരോഗതി കൈവരിക്കുമെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. BJP സംസ്ഥാന ഭാരവാഹികൾക്കെല്ലാം സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നതിനാൽ ജോർജ് കുര്യൻ ഡൽഹിയിലുണ്ടായിരുന്നു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും 72 മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 52ാമനായി എത്തിയ സുരേഷ് ഗോപിയും 71ാമനായി എത്തിയ ജോർജ് കുര്യനും ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.